വിശ്വസ്തനായ സേവകൻ എന്ന കഥയുടെ ബാക്കി ഭാഗം നോക്കാം. അച്ഛൻ എന്നെ ബലി കൊടുത്തോളൂ. മകൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അവർ മൂവരും ഉടനെ തന്നെ സർവ മംഗളദേവിയുടെ ക്ഷേത്രത്തിൽ ചെന്ന് ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ യുവാവ് മകനെ ബലിയർപ്പിച്ചു. മകൻ്റെ വേർപാട് താങ്ങാനാവാതെ അയാൾ അപ്പോൾ തന്നെ ജീവൻ വെടിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട യുവാവിൻ്റെ ഭാര്യയും വാളെടുത്ത് വെട്ടി സ്വയം മരിച്ചു. ഇതെല്ലാം കണ്ട് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു രാജാവ്. അദ്ദേഹം ക്ഷേത്രത്തിൽ കയറി വിഗ്രഹത്തിന് മുന്നിൽ നമസ്കരിച്ചു. ദേവി, നീയാണ് എനിക്ക് വിശ്വസ്തനായ ഒരു സേവകനെ നൽകി അനുഗ്രഹിച്ചത്. അത് നീ തന്നെ തിരിച്ചെടുത്തു. അവനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനും ജീവൻ വെടിയുകയാണ്. രാജാവ് വാളെടുത്ത് സ്വയം കഴുത്തിൻ്റെ ലക്ഷ്യമാക്കി ഉയർത്തി. അപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ സർവമംഗളദേവി പ്രത്യക്ഷപ്പെട്ടു. രാജാവേ, കേവലം ഒരു സേവകന് വേണ്ടി സ്വന്തം ജീവൻ വെടിയാൻ തയ്യാറായ അങ്ങ് മഹാനാണ്. നിങ്ങളാണ് യഥാർത്ഥ രാജാവ്. ഞാൻ അങ്ങയിൽ സംതൃപ്തനാണ്. ഞാനിതാ ഈ യുവാവിനെയും അവൻ്റെ കുടുംബത്തെയും പുനർജനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. സർവമംഗളദേവി അപ്രത്യക്ഷയായി. യുവാവിനും ഭാര്യയ്ക്കും മകനും ജീവൻ തിരിച്ചു കിട്ടി. അവർ സന്തോഷത്തോടെ പരസ്പരം കെട്ടിപ്പുണർന്നു. രാജ്യത്തിൻ്റെ നന്മയ്ക്കായി ജീവൻ വെടിയാൻ പോലും മടിക്കാത്ത നിങ്ങൾ ഈ രാജ്യത്തിന് ഏറ്റവും വലിയ സമ്പത്താണ്. രാജാവ് സന്തോഷത്തോടെ ആ കുടുംബത്തെ ആശ്ലേഷിച്ചു. ഈ കഥ ഇവിടം വരെയുള്ളൂ. ഇനി അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം വരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.